9 വർഷത്തിനിടെ ഖജനാവിലേക്ക് തേക്ക് വിൽപ്പനയിലൂടെ മാത്രമെത്തിയത് 1676.36 കോടി രൂപ. 2,20,322.26 ക്യൂബിക് മീറ്റർ തേക്ക് തടിയുടെ വിൽപ്പനയാണ് നടന്നത്. 6 ഡിവിഷനുകളിൽ പാലക്കാട് ഡിവിഷനിലാണ് ഏറ്റവും അധികം വിൽപ്പന. 57,774.465 ക്യൂബിക് മീറ്റർ മരം വിറ്റതിലൂടെ ലഭിച്ചത് നികുതിയടക്കം 610.85 കോടി രൂപ. തിരുവനന്തപുരം, പുനലൂർ, കോട്ടയം, പെരുമ്പാവൂർ, പാലക്കാട്, കോഴിക്കോട് ഡിവിഷനുകൾക്ക് കീഴിലുള്ള വനങ്ങളിൽ നിന്ന് തേക്കുൾപ്പെടെ 6,75,160 മരങ്ങൾ 9 വർഷത്തിനിടെ മുറിച്ചു. ഇതിൽ 22,549 ഈട്ടിയും 15,227 ചന്ദനവുമുണ്ട്. ഇക്കാലയളവിൽ 5,158 മരങ്ങൾ വനം കൊള്ളക്കാർ വെട്ടിക്കടത്തി. 60 വർഷമെത്തിയ തേക്കുമരങ്ങളാണ് മുറിക്കുന്നത്. തടി ഡിപ്പോകളിൽ എത്തിച്ച ശേഷം ഇപ്പോൾ ഓൺലൈൻ ലേലമാണ് നടക്കുന്നത്. മുറിക്കുന്ന മരങ്ങൾക്ക് പകരം അത്രയും തന്നെ തേക്ക് തൈകൾ 1 വർഷം കഴിഞ്ഞ് നടും. മറ്റു മരങ്ങളുടെ തൈകളും നടാറുണ്ട്. അതേസമയം ലോകത്തെ വിലയേറിയ മരങ്ങളിലൊന്നായ കേരളത്തിലെ നിലമ്പൂർ തേക്കിന് GI ടാഗ് ലഭിച്ചു. GI പദവി നേടുന്ന ആദ്യ വന ഉൽപ്പന്നം എന്ന പദവിയും ഇതോടെ നിലമ്പൂർ തേക്കിന് സ്വന്തമായി. പാലോട് വൃന്ദാവനം ടിംബേർഡിൽ വളരുന്ന നിലമ്പൂർ തേക്കിനാണ് പദവി ലഭിച്ചത്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇന്ത്യയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നൽകിയത്. നിലമ്പൂർ തേക്ക് ഹെറിറ്റേജ് സൊസൈറ്റി, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് KAU മുൻകൈയെടുത്താണ് നിലമ്പൂർ തേക്കിന് GI പദവിയിലെത്താൻ സഹായിച്ചത്. വിപണിയിൽ ഗുണനിലവാരം കുറഞ്ഞ തേക്കിന്റെ വിൽപ്പന വർദ്ധിച്ചതിനെ തുടർന്നാണ് നിലമ്പൂർ തേക്കിന്റെ ബൗദ്ധിക സ്വത്തവകാശം ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാലയുടെ IPR സെല്ലും ഫോറസ്ട്രി കോളേജ് മുൻകൈയെടുത്ത് GI ടാഗ് നൽകിയത്. നിലവിൽ GI ടാഗ് ലഭിച്ച തേക്ക് കേരളത്തിൽ ലഭിക്കുന്നത് പാലോട് വൃന്ദാവനം ടിംബേർഡിൽ മാത്രമാണ്. 144 വർഷം പഴക്കമുള്ള തേക്ക് ഉപയോഗിച്ച് 6 അടി പൊക്കത്തിൽ നിർമ്മിച്ച കൃഷ്ണരൂപം ഇവിടെയുണ്ട്. സ്വർണ്ണ നിറവും കൂടുതൽ വ്യക്തതയുള്ള വാർഷിക വളയങ്ങളും എണ്ണയുടെ അംശം കൂടുതലാണ്. ചിതലിനെ ചെറുക്കാനും ദീർഘകാലം ഉപ്പുവെള്ളത്തിൽ കിടന്നാലും കേടുവരാതിരിക്കാനും ഇത് സഹായിക്കുന്നു. ഇതൊക്കെയാണ് നിലമ്പൂർ തേക്കിന്റെ മറ്റു പ്രത്യേകതകൾ. വലിയ വലുപ്പം, ഈട്, നിറം എന്നിങ്ങനെയുള്ള സവിശേഷതകളുമുണ്ട്. ഫംഗസ് നാശത്തിനെതിരെ ഉയർന്ന പ്രതിരോധമുണ്ടെന്നും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ പ്രകടിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. 6 വർഷം മുമ്പ് നിലമ്പൂർ തേക്കിന് ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ഈ മരങ്ങളുടെ പ്രശസ്തി വീണ്ടും ഉയരുകയാണ്. കേരളത്തിൽ ഒരു വനവിഭാഗത്തിന് ആദ്യമായാണ് ഈ പദവി ലഭിക്കുന്നത്. നിലമ്പൂർ തേക്കിന്റെ ചരിത്ര പ്രാധാന്യം, ഗുണനിലവാരം, പാരമ്പര്യ മൂല്യം തുടങ്ങിയ പ്രത്യേകതകൾ പരിഗണിച്ചാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. ഏറെ ശ്രദ്ധയോടെയാണ് നിലമ്പൂരിൽ തേക്ക് മരങ്ങൾ വളർത്തുന്നത്. 8,000 ഹെക്ടർ വനഭൂമിയിലായി 500 പ്ലോട്ടുകളാണുള്ളത്. ഇതിൽ 10,000 കണക്കിന് മരങ്ങൾ വരും. കാലപ്പഴക്കം വന്ന മരങ്ങൾ വെട്ടി ലേലത്തിൽ വിൽക്കുമ്പോൾ അവിടെ പുതിയ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതാണ് രീതി. ചെടികൾ നിശ്ചിത വളർച്ചയെത്തുന്നത് വരെ നല്ല പരിചരണം നൽകും. വേനൽക്കാലത്ത് നനച്ചും മഴക്കാലത്ത് കളയൊതുക്കിയും വളരുമ്പോൾ കൊമ്പൊതുക്കിയും ശാസ്ത്രീയ രീതിയിലാണ് പരിചരണം. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച പുതിയ പ്ലോട്ടുകളും ഉണ്ടാക്കി വരുന്നുണ്ട്. ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ നിലമ്പൂരിലെ തേക്ക് വിദേശങ്ങളിലെത്തിയിരുന്നു. 1705 ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നിർമ്മിതിയിൽ ഇത് ഉപയോഗിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് വിദേശ വ്യാപാരികൾക്കിടയിൽ നിലമ്പൂർ തേക്കിന് പ്രചാരം വർദ്ധിച്ചിരുന്നു. കപ്പൽ നിർമ്മാണ മേഖലയിലെ ഉപയോഗങ്ങൾക്കായി ഈ തടി പല വിദേശ രാജ്യങ്ങളിലും എത്തി. കടൽ മാർഗമുള്ള വ്യാപാരത്തിൽ പ്രധാന വാഹനമായിരുന്ന ഉരു നിർമ്മാണത്തിലും നിലമ്പൂർ തേക്ക് പ്രധാന പങ്ക് വഹിച്ചു. ഇപ്പോഴും അറബ് രാജ്യങ്ങളിലേക്ക് ഉരു നിർമ്മാണത്തിനും കലാപരമായ നിർമ്മിതികൾക്കും തേക്ക് തടികൾ കയറ്റിപ്പോകുന്നുണ്ട്. പ്രായമായ മരങ്ങൾ മുറിക്കുമ്പോൾ നിലമ്പൂർ തേക്ക് ഡിപ്പോയിൽ ലേലം നടത്തുകയാണ് പതിവ്. ലേലത്തിൽ പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും എത്താറുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.